ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് കിൽഡർ പോവാണ്. ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ സംബന്ധിച്ച് ഷോപ്സുകളിലെല്ലാം 30%, 50% ഒക്കെ ഓഫ് നടക്കുവാണ്. അപ്പോൾ ഇവിടെ കിൽഡർ വില്ലേജ് ഉണ്ട്. കിൽഡർ വില്ലേജ് അവിടെ കുറേ ബ്രാൻഡഡ് ഡ്രസ്സുകൾ, ഷൂസുകളെല്ലാം ഉണ്ട്. സൂപ്പർ ഡ്രൈ, അഡിഡാസ്, പ്യൂമ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ഇച്ചിരി ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് പോയവരൊക്കെ പറഞ്ഞപ്പോൾ കേട്ടു. അപ്പം പോയി നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. എൻ്റെ ജാക്കറ്റ്സൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജാക്കറ്റൊക്കെ ഏകദേശം പോയി. അപ്പോൾ എനിക്ക് പുതിയ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം മേടിക്കണം. എൻ്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ട്, അവരും ഉണ്ട്. അപ്പം ഞങ്ങൾ കിൽഡർ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഈ ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിനിലാണ് ഞങ്ങൾ കേട്ടോ കിൽഡറിലേക്ക് പോകുന്നത്. ഇവിടെ അയർലൻഡിൽ ട്രെയിനിന് ഡാർട്ട് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് കിൽഡർ ഒരു അതർ കൗണ്ടി ആയത് കാരണം നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാം. അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടിക്കകത്താണ്. കൗണ്ടി എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്തകത്താണെങ്കിൽ നമുക്ക് ലീവ് കാർഡ് വെച്ച് പോകാം. ഇതൊരു അടുത്ത കൗണ്ടി ആയത് കാരണം നമുക്ക് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കിൽഡറിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരു 4ാമത്തെ സ്റ്റോപ്പും കണ്ടാണ് കിൽഡറിൽ. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴയൊന്നുമില്ല. ഇത് അല്ലെങ്കിൽ 365 ദിവസം ഈ അയർലൻഡിൽ റെയിൻ ആയത് കാരണം ഭയങ്കര പാടാ പോകാൻ. പക്ഷെ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തണുപ്പ് ഇത്തിരി കൂടുതലാണ്. വേറെ കുറേ കൗണ്ടീസിലൊക്കെ ഇപ്പം സ്നോഫോൾ ആണ് നടക്കുന്നത്. പക്ഷെ നിലവിൽ ഇവിടെ അങ്ങനെ കിൽഡർ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്. നമ്മളങ്ങനെ കിൽഡർ വില്ലേജ് ഇത് കണ്ടു കഴിഞ്ഞാൽ നൈറ്റ് ആവാറായെന്നല്ല, ഒരു 3 മണി 4 മണി ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഇപ്പം 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങും, സൺസെറ്റായി തുടങ്ങും. വ്യൂ ആ കാണാൻ, സൺസെറ്റിൻ്റെ വ്യൂ അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഇനി ഇവിടെയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളുമാണ്. ചെറുതായിട്ട് പ്രസിപ്പിറ്റേക്കിട്ടുണ്ട്. അത് ഏകദേശം ഈ മഞ്ഞ് വീണമെന്ന് പറയാൻ പറ്റില്ല, ഐസ് ആയിട്ടിങ്ങനെ കിടക്കുന്നതാണ് ഈ സംഭവം. അടിപൊളി കേട്ടോ, അടിപൊളി. എൻ്റെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള സൂപ്പർ സ്ഥലമാണ് ഇത്, നൈസ് സ്ഥലം. അങ്ങനെ ഞങ്ങൾ കിൽഡർ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. കിൽഡർ വില്ലേജ്. ഇവിടെ 2 പിള്ളേരിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഹായ്, കണ്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യം കയറിയത് ഗസിൻ്റെ ഷോപ്പിലാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗും ഈ ഒരു ഗസിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ബാഗ് ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. എൻ്റെ കഴുത്തിൽ അത് തന്നെയാണ് കിടക്കുന്നത്, അവിടെ ഇരിക്കുന്നതാണ്. ഈ കാണുന്നതാണ്, ആദ്യം കാണുന്ന ആ ഗസിൻ്റെ ബാഗാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചല്ല കേട്ടോ, അതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം ഇവിടുത്തെ ഗസ്സിലെ ഒരുവിധം ബാഗുകളും ഡ്രസ്സുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആയത് കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും മേടിക്കാറില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സിലോ കാര്യങ്ങളോ വരുമ്പോൾ മാത്രമാണ് നമ്മൾ സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കാറ്. പിന്നെ എന്തെങ്കിലും അത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കും. ഇവിടെ എല്ലാത്തിനും 30% ഓഫ് ഉണ്ട്. ഈ കാണുന്ന ടോപ്സിന് എല്ലാത്തിനും അവർ ബ്ലാക്ക് ഫ്രൈഡേ സംബന്ധിച്ച് 30% ഓഫ് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35 യൂറോസ് ഉണ്ട്. അപ്പോൾ 35-ൽ നിന്ന് 30% പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഈ കിടക്കുന്ന ജാക്കറ്റൊക്കെ ഉണ്ട്, അടിപൊളി ജാക്കറ്റ്സ് ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിനെല്ലാം 200 യൂറോസിനൊക്കെ മേളിലാട്ടോ. 200 യൂറോസ് 150 യൂറോസിനൊക്കെ മേളിലാണ്. ഞാൻ ഏകദേശം ഒരു 100 യൂറോയുടെ ആ റേഞ്ചിലുള്ള ജാക്കറ്റ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എൻ്റെ ജാക്കറ്റ് ആകെ ചീത്തയായി തുടങ്ങി. ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ളായി ഒരു ജാക്കറ്റ് ഒരു വർഷത്തിന് മുകളിൽ നിൽക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ, സൂപ്പർ ഡ്രൈയുടെ പോലത്തെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇയേഴ്സ് നമുക്ക് നിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ജാക്കറ്റ് അല്ലാത്തത് കൊണ്ട് എൻ്റെ പോയി. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ കയറിയത് ഈ ഒരു നൈക്കയുടെ ഷോറൂമിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട്. 30% ആണെങ്കിലും 50%. ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് കാണുന്നത് ഷൂസ് വയറിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ ഷൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് ജാക്കറ്റാണ് ഞാൻ മെയിൻലി നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ജാക്കറ്റ് ഇടില്ല. പിന്നെ ഈ ഷൂസൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ഇട്ട് നോക്കുക അതൊക്കെ ഒരു ഇതാണല്ലോ. അപ്പോൾ മിറർ കണ്ടപ്പോൾ എനിക്കൊരു മിറർ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര പൂതി തോന്നിയത് ഞാനങ്ങനെ എടുത്തതാണ്. പിന്നെ എനിക്ക് ഈ ഇരിക്കുന്ന ഷൂസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ നല്ല റേറ്റ് കുറവാട്ടോ. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഔട്ട്ലെറ്റ് പ്രൈസിൽ എല്ലാത്തിലും കിട്ടുന്നത് കൊണ്ട് നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് കുറച്ച് കിട്ടാം. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് ജാക്ക് ആൻഡ് ജോൺസിലാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ അടിപൊളി ജാക്കറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ 69 യൂറോയ്ക്കാണ്, എന്നിട്ട് 30% ഓഫ് നമുക്ക് കിട്ടും. പക്ഷേ എൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
ബോയ്സിൻ്റെ സാധനമായത് കാരണം ഞാൻ വാങ്ങിച്ചില്ല. എനിക്ക് ഗേൾസിൻ്റെ ജാക്കറ്റ് വളരെ രീതിയിൽ ഞാൻ നോക്കുന്ന അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് വേണ്ടത്തക്ക രീതിയിലുള്ള ജാക്കറ്റ്സ് ഞാൻ അവിടെ കണ്ടില്ല. പിന്നെ ഞാനത് കാൽവിൻ ക്ലെയിനിൽ കണ്ടു, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിപ്പോയി. പിന്നെ എക്സ്പെൻസ് കുറഞ്ഞതായപ്പോഴും സൈസ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മേ ബി ഇന്ന് ജാക്കറ്റ് എടുക്കാനുള്ള യോഗയില്ലായിരുന്നു കാണും ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പ്യൂമയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പ്യൂമയിൽ നല്ല റേറ്റ് കുറവുന്നുണ്ട്, 30 യൂറോയ്ക്കൊക്കെ ഷൂസ് കിട്ടുന്നുണ്ടെന്ന് കേട്ടോ. ശരിയാകട്ടോ, ഞാൻ അവിടെ നിന്നൊരു ബ്ലാക്ക് കളറിൽ ഒരു ഷൂ എടുത്തു. 55 യൂറോ ആയിരുന്നു. എനിക്ക് 30% ഓഫ് കിട്ടി. ഒരു 39 യൂറോയ്ക്ക് എനിക്ക് ആ ഷൂ കിട്ടി. അതേ സിമിലർ ഷൂ എൻ്റെ ഒരു ഫ്രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒട്ടുക്കത്തെ തിരക്കായിട്ടോ. ബാക്കിയുള്ള ഷോപ്പുകളെ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. കാരണം അത്രയും ഓഫേഴ്സ് ഇവിടെ എല്ലാ സാധനത്തിനും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഈ ഒരു ജാക്കറ്റ് ഞാൻ കണ്ടത്. ബെസ്റ്റ്, ഞാൻ ഈ ജാക്കറ്റിൻ്റെ ഹാഫ് പോർഷൻ കണ്ടാണ് ഞാൻ എടുത്ത് നോക്കിയത്. ഫുള്ള് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ ഞാനത് അവിടെ തിരിച്ച് വെച്ച് അതിൻ്റെ പൈസയൊക്കെ നോക്കി തിരിച്ച് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പ്യൂമേന്ന് ആ ഷൂ ഒക്കെ മേടിച്ച് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മൈക്കിൾ കോറസിൻ്റെ സെക്ഷനിലേക്കാണ്. പിന്നെ ഗേൾസിനെ സംബന്ധിച്ച് മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ കുറേ നാൾ ആഗ്രഹിച്ചിരുന്നാണ് ഞാൻ അങ്ങനെ ആ ബാഗ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇവിടെ കണ്ട ബാഗുകൾ ഇങ്ങനെ നോക്കി, പൈസകൾ ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ പോകും. പിന്നെ ചുമ്മിട്ടൊക്കെ നോക്കുമല്ലോ. അതൊക്കെ ഒരു ഗേൾസിന് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണുന്ന ഗേൾസിന് അത് മനസ്സിലാവും എത്രത്തോളം ഇഷ്ടമാണ്. ഇങ്ങനെ മേടിച്ചില്ലെങ്കിലും നോക്കി നടക്കാൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് ഗേൾസിന് മനസ്സിലാവും. പക്ഷേ ബോയ്സിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നേരെ പോയി എൻ്റെ ഫ്രണ്ട്സ് പോയി വാച്ചൊക്കെ നോക്കി. വാച്ചൊക്കെ നല്ല വിലക്കുറവിൽ നല്ല വാച്ചുകളുണ്ടായിരുന്നു. കാരണം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് നല്ല രീതിക്ക് വില കുറവായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ തവണ മൈക്കിൾ കോറസിൻ്റെ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 300 യൂറോയുടെ അടുത്തായിരുന്നു വെളിയിൽ പ്രൈസ്. ഞങ്ങൾക്കതൊരു 200 യൂറോയിൽ താഴെ നമുക്ക് വാച്ച് കിട്ടി. അപ്പോൾ അത്രയും റേറ്റ് നമുക്ക് വ്യത്യാസമുണ്ട് വെളിയിലത്തെ ഷോപ്പും നമുക്ക് ഇവിടുത്തെ ഷോപ്പും. പിന്നെ ഞങ്ങൾ അവിടുന്ന് മൈക്കിൾ കോറസിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ വെളിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കുറേ സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതൊരു നല്ല രസമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് നിന്ന് പിക്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ. പിന്നെ കുറേ ഹൈ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കുറേ ബ്രാൻഡ്സിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് പറഞ്ഞു ഇത് മറ്റേ ബ്രാൻഡാണ് മറിച്ച ബ്രാൻഡാണ്. പക്ഷേ എനിക്കങ്ങനെ വലിയ ബ്രാൻഡിനെ കുറിച്ച് ഭയങ്കര നോളജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഇതാക്കില്ല. പിന്നെ എനിക്ക് കാണുന്നത് ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയതാണെങ്കിൽ നമ്മൾ എടുക്കും. ഈ കടയിലൊക്കെ ഒന്നും ഞാൻ കയറാറ് പോലുമില്ല, കാരണം അവിടെ കൂട്ടക്കത്തെ റേറ്റാണ് കേട്ടോ. പിന്നെ വേറെ കുറേ യൂറോപ്യൻ കൺട്രീസിലെയൊക്കെ ഫേമസ് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരുവിധം റേറ്റ് കൂടുതലാണ്, ഒരുവിധം സാധനത്തിന് റേറ്റ് കൂടുതലാണ്. പക്ഷേ കമ്പയർ ടു അതർ ഷോപ്പ് റേറ്റ് കുറവാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടുത്തെ ഇതൊക്കെ കണ്ടു. പിന്നെ ന്യൂ ബാലൻസിൻ്റെ ഫേവറേറ്റാണ്. ഞാൻ പല ഷൂസുകളും പല ചെപ്പൽസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഏറ്റവും നല്ല ഷൂ എനിക്ക് കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയത് ന്യൂ ബാലൻസാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതും ന്യൂ ബാലൻസിൻ്റെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും എനിക്ക് ഷൂ വേണ്ടാത്ത പോലെയായിട്ട് ഞാൻ മെയിൻ പർപ്പസിന് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂ ബാലൻസാണ്. ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ. ഇത് ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ആരോ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ന്യൂ ബാലൻസ് വാങ്ങിച്ചു. വലിയ റേറ്റിൻ്റെ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു റേറ്റിൻ്റെ തന്നെയാണ്, ചെറിയൊരു രീതിയിലാണ്. ഇവിടെ റേറ്റ് കുറവാണ്. അത് പിന്നെ എനിക്ക് ന്യൂ ബാലൻസ് അഡിക്റ്റഡ് ആണ് ഞാൻ. പിന്നെ ഇപ്പോൾ ന്യൂ ബാലൻസിൻ്റെ ഷൂസ് വാങ്ങിക്കുക ആണ് മെയിനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. ഞങ്ങൾ മെയിനായിട്ട് ജാക്കറ്റ് അന്വേഷിച്ചാണ് നടക്കുന്നത്. ഞങ്ങൾ അടുത്ത് ജാക്കറ്റ് നോക്കാൻ പോവാണ്. പക്ഷെ ഞങ്ങൾക്ക് ജാക്കറ്റ് ഇതുവരെ കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല. നമ്മൾ നോർത്ത് ഫേസിൽ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. ജാക്കറ്റിനെ കുറിച്ച് A to Z പഠിച്ചതാണ് ജസ്റ്റിൻ. അപ്പോൾ അവൻ എന്നെ കൊണ്ടുപോയി ജാക്കറ്റ് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ജാക്കറ്റ് ഇല്ല ഗൈസ്, ഇവിടെ ജാക്കറ്റ് ഇല്ല. ഇവിടുത്തെ സ്പോർട്സ് വെയർ നമ്മളെ പറ്റിച്ചു ഗൈസ്. ഐസ്ക്രീം തിന്നണോ? എന്തിന്റെ? എന്നാ നമുക്ക് തപ്പാം. തിന്നണോ? ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഐസ്ക്രീം തിന്നണോ? നമുക്ക് തപ്പാം. അടുത്ത് പിന്നെ ഞങ്ങൾ കയറിയത് നോർത്ത് ഫേസിലേക്കാണ്. കയറിയ പോലെ തന്നെ ഞങ്ങൾ ഒന്നും നോക്കാതെ തിരിച്ചിറങ്ങി. കാരണം ഇവിടെ ലേഡീസിന് പിന്നെ കളക്ഷൻസ് കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഷോപ്പിലും മെൻസിന് കളക്ഷൻ ആദ്യമായിട്ടാട്ടോ. ഷോപ്പുകളിൽ കയറി കഴിയുമ്പോൾ മെൻസിന് കളക്ഷൻ ഉള്ളത്. അല്ലാത്ത പക്ഷേ ഏത് ഷോപ്പിൽ കയറിയാലും ഗേൾസ് ഓൺലി ആണ് കൂടുതലും. ഇതിപ്പോൾ ബോയ്സ് ഓൺലി മാത്രമേ. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് കാൽവിൻ ക്ലെയിനിലാണ്. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രാൻഡാണ് കാൽവിൻ ക്ലെയിൻ. ഇവിടുത്തെ ജാക്കറ്റ് അടിപൊളിയായിരുന്നു. പക്ഷേ
അൺഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടോ എനിക്ക് ജാക്കറ്റ് കിട്ടിയില്ല. ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ജാക്കറ്റ് ഇഷ്ടമായി, പക്ഷെ അതിന് സൈസ് ഇല്ല. എക്സ്ട്രാ സ്മോളാണ് ഞാൻ എടുത്തിട്ടത്, എനിക്കൊരു സ്മോൾ എങ്കിലും വേണം, അപ്പം അതുകൊണ്ട് അത് കിട്ടിയില്ല. പിന്നെ അവിടുത്തെ കുറേ ബാഗ്സ് കാര്യം, ഇവിടെ എപ്പോൾ വന്നാലും ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗും ഞാൻ നോക്കും. എനിക്കിത് ഈ കാണുന്ന ഈ റെഡ് അല്ല കേട്ടോ, എനിക്ക് ബ്ലാക്കും ഇതിൻ്റെ വൈറ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്, ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇനി എന്നേലും ദൈവം സഹായിച്ച് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഇതൊക്കെ നോക്കി നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ദുട്ടിത്തിരി കുറവായത് കാരണം ഞാനൊന്നും മേടിച്ചില്ല. ഞങ്ങളിങ്ങനെ എല്ലാം കണ്ട് കറങ്ങി. പിന്നെ നിങ്ങൾ കേട്ടല്ലോ എൻ്റെ ഫ്രണ്ട്സിന് ലിൻഡിൻ്റെ ഐസ്ക്രീം കഴിക്കണമെന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ജാക്കറ്റ്സൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ നേരെ ലിൻഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ലിൻഡിൻ്റെ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തപ്പി നടക്കുക. പിന്നെ ഈ ജാക്കറ്റ് ഉണ്ടല്ലോ, ഈ ജാക്കറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എനിക്ക് ഇടാൻ ഇഷ്ടപ്പെട്ടില്ല, കാണാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ വാങ്ങിച്ചില്ല. അതിൻ്റെയും എനിക്ക് തോന്നുന്നു സൈസില്ല, കാരണം ഒത്തിരി പേര് വന്ന് എടുത്തുകൊണ്ട് പോയത് കൊണ്ട് സൈസില്ല. പിന്നെ അത് അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി. ലിൻഡിൻ്റെ എന്തോരം ചോക്ലേറ്റുകളായി കാണുന്നത്. ഇത് കണ്ടോ, 6.25 നമുക്ക് 100 ഗ്രാം ചോക്ലേറ്റ്സ് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാമെന്നാണ്. പക്ഷേ ഇത് ഇച്ചിരി നഷ്ടക്കച്ചവടം അല്ലേന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിലും റേറ്റ് കുറേ 1 kgക്കൊക്കെ ഇതിലും റേറ്റിലൊക്കെ വേറെ ബോക്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് കാരണം ഞാൻ എടുത്തില്ല. ഇരിക്കുന്ന ചോക്ലേറ്റ് കണ്ടോ, ഞാനിപ്പോൾ എടുത്തു പോക്കുന്നത് എന്നേക്കാ വലുപ്പമുണ്ട് ആ ചോക്ലേറ്റിന്. എൻ്റെ തലേക്കാൾ വലിപ്പമുണ്ട് ആ ചോക്ലേറ്റ്. അങ്ങനെ വെറൈറ്റി ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അപ്പൂപ്പനാട്ടോ, അപ്പൂപ്പനോ ഈ ചേട്ടനോ എന്തോ ആവട്ടെ, പുള്ളിയാണ് എടുത്തത്. പുള്ളി ആദ്യം എടുത്ത ഐസ്ക്രീം ഫ്ലോപ്പായി പോയി, അത് കറക്റ്റ് വന്നില്ല. പിന്നെ ഇത് രണ്ടാമത് എടുത്താണ്. പുള്ളിയുടെ ചിരി കണ്ടോ, നല്ല അടിപൊളി ചിരിയല്ലേ. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പിന്നെ അടുത്ത വ്ളോഗുമായിട്ട് പിന്നെ കാണാം. ടാറ്റാ.